മരിയനെ ആദ്യമായിട്ട് എവിടെ വെച്ചു? മരിയനെ ഞങ്ങൾ കാനഡയിൽ വെച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കുറച്ച് മ്യൂച്വൽ ഫ്രണ്ട്സ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറേ നാൾ നാട്ടിലായിരുന്നു ടൈമിൽ. അപ്പം എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വേണ്ട സപ്പോർട്ടെന്നെല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് സാധാരണ എല്ലാവരുടെ അടുത്തും സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരാളായിരുന്നു. ബട്ട് മരിയനെ കണ്ടപ്പോൾ സംസാരിക്കാൻ എനിക്കൊരു ഒരിത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അത്രയും ഒപ്പിടായിട്ട് അങ്ങനെ നിന്നേക്കുന്ന ഒരു ഫസ്റ്റ് മൊമെന്റ് ആയിരുന്നു. കോവിഡിന്റെ ടൈമിലായിരുന്നു. അപ്പോൾ ഈ മാസ്കും അതെല്ലാത്തിൻ്റെ ഇടയിൽ ആ കണ്ണുകൾ മാത്രമായിരുന്നു ഞാൻ ആദ്യം കണ്ടത്. അന്ന് മുതൽ ആ കണ്ണുകളിൽ ഫോളോ ചെയ്ത് അവരിതിലേക്ക് എത്തിയതാണ്. പിന്നെയാണ് ഞാൻ മാസ്ക് ഒക്കെ മാറിയിട്ടുള്ള രൂപം ശരി കണ്ടത്. From this day, we just want to be together for both of us lows and highs. And എല്ലാ സിറ്റുവേഷനിലും ഞാൻ ഒരുമിച്ചുണ്ടാവും പ്രോമിസ് ആയിട്ട് പറയുന്നു. Maybe it's the way you say my name. Maybe it's the way you play your game. But it's so good. I've never known anybody like you. But it's so good. I've never dreamed of nobody like you. And I've heard of a love that comes once in a lifetime. And I'm pretty sure that you are that love of mine. 'Cause I'm in a field of dandelions, wishing on everyone that you would be mine, mine. And I see forever in your eyes. I feel okay when I see you smile. That you are the one for me. 'Cause it gets so hard to breathe when you're looking at me. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുലെ പോലെ ഭൂമിയിലുമാകണമേ. എന്ന് വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഉൾപ്പെടുത്തരുതേ, കുറ്റാരിപ്പെ നിങ്ങൾ രക്ഷിക്കണമേ. എന്നുള്ള രാജ്യം സത്യമഹത്വം എന്നേക്കും ഇടുതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീമാനായിട്ട് സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ ഏകാധിപനായ മനുഷ്യ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനെ ഏകനായിരിക്കുന്നല്ല, അവനെ പോലെ ഒരു സഖി അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നൊരു ചെയ്തുകൊണ്ട് ആദ്യം സഖിയാഹവയെ സൃഷ്ടി നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത് അങ്ങ് ഇന്ന് വിവാഹിതരായി പോകുന്ന ഞങ്ങളുടെ മതിയെയും എന്നെ അനുഗ്രഹിക്കണമേ. കനായിലെ കല്യാണത്തെ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച് വിമർശിക്കായി അവരെ ഞങ്ങൾക്ക് കാഴ്ചവെക്കുന്നു. അവർ കാരണവും കടാക്ഷിക്കണമേ. ചുടുകുത്തിന്റെ കാവൽക്കാരനായ മറുവസേ പിതാവേ, മാതാവായ പരിശുദ്ധനെ പറയുമേ. ഇവരുടെ വിവാഹം മംഗളമാകാനും അവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണമായിരിക്കുന്ന വിശുദ്ധരെ കാവൽമാലാഹമാരെ ഒരു വിശുദ്ധം സുരക്ഷിതമായ കാത്തുകൊള്ളണമേ. ആമേൻ. പിന്നെ പറയേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ബന്ധുജനങ്ങളെ പ്രാർത്ഥനയും ആശംസയും നൽകി എന്നെ അനുഗ്രഹിക്കണമേ. എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥന. മാതാപിതാക്കളെ ബന്ധുജനങ്ങളെ പ്രാർത്ഥനയും ആശംസകളും നൽകി എന്നെ സദാ അനുഗ്രഹിക്കണമേ.
ഉത്തരവാദിത്തം സാറെ അനുഗ്രഹിച്ച ദൈവം തന്നെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി. ഒന്ന് വെയിറ്റ് ചെയ്യണേ. I've never felt so alive and free. When you're looking at me, I've never felt so happy. And I've heard of a love that comes once in a lifetime. And I'm pretty sure that you are that love of mine. 'Cause I'm in a field of dandelions, wishing on everyone that you'd be mine, mine. And I see forever in your eyes. I feel okay when I see you smile, smile. Lovers in the long grass look above them. Only they can see where the clouds are going. Only to discover dust and sunlight never make the sky so blue. Afternoon is hazy, river flowing, all around the sounds moving closer to them, telling them the story told by Flora, dreams they never silver willows, tears from Persia, rose who come from a far-off island, purchase chandeliers undercover, glory of the sunny Some they know is passion, some as freedom, some they know is love and the way it leaves them. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
സർവേശ്വരോ സ്തുതിഗീതം. സർവേശ്വരം സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതയോടുകൂടി പരിക്രമം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തൊഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തമുളകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്റെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പൊടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ ലോകത്തിന്റെ പ്രകാശമായ മിശിഹ ഇവരാരംഭിക്കുന്ന കുടുംബജീവിതത്തിൽ എന്നും പ്രകാശമായിട്ടുണ്ടായിരിക്കണം. അതിനെ സൂചിപ്പിച്ചുകൊണ്ട് ഈ സമയം പിതൃദീപം കൊളുത്തുകയാണ്. ഇവരുടെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ദൈവമാകുന്ന പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ ആയിരിക്കാൻ, ആ വെളിച്ചത്തിലൂടെ മുന്നോട്ട് നടക്കാൻ
ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് ചെയ്ത നിങ്ങൾക്ക് മാർഗദീപമായിരിക്കട്ടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായിരിക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി സഹോദരനെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. സമാധാനം
പരിശുദ്ധ സുവിശേഷം. അധ്യായം 2, 1 മുതലുള്ള വാക്യങ്ങൾ. 3-ാം ദിവസം ഗലീലായിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്താ? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലായിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഈശോയെ ഏറെ സ്നേഹിക്കപ്പെടുന്ന വിവാഹത്തിനായിട്ട് ഏറെ ഒരുക്കത്തോടുകൂടി തമ്പുരാന്റെ അൾത്താരയിൽ ആയിരിക്കുന്ന നെൽവി, മരിയ, സ്നേഹമുള്ളവരുടെ മാതാപിതാക്കന്മാരെ, ബന്ധുമിത്രാദികളെ, അതിന് തന്നെ ഈ ദിവസത്തിൻ്റെ മംഗളങ്ങളേറെ കൃത്യമായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് നേരെയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ അമ്മ വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഒരു അനിയൻ ഉണ്ടായിരുന്നില്ല. കുറേ നാളത്തേക്ക് നെൽവി വന്നപ്പോഴാണ് എനിക്കൊരു അനിയനെ കിട്ടിയത്. കാരണം ഏറ്റവും ഇളയ, ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും അവസാനത്തെ ഏറ്റവും ഇളയ മകനാണ് നെൽവി. അതുകൊണ്ട് നെൽവിന് കുറേ സ്നേഹവും ലാളനയൊക്കെ കൂടുതൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന ദിവസം ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ചും എല്ലാവരെയും ദൈവം പ്രത്യേകമായിട്ട് ഒരുക്കി വിവാഹ ജീവിതത്തിലേക്കും മറ്റ് ജീവിതാവസ്ഥകളിലേക്കൊക്കെ ദൈവം എത്തിച്ചതിനെയൊക്കെ ഓർത്ത് കുടുംബം ഒരുമിച്ച് നന്ദി പറയുന്നു. ഒപ്പം ഇവരെ ഒന്നിപ്പിക്കുന്ന ദൈവസ്നേഹത്തിന് നന്ദി പറയുന്നു. ഒപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ദൈവത്തിൻ്റെ മംഗളങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നേരുകയാണ്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇങ്ങനെ വിവാഹത്തെക്കുറിച്ച് വായിച്ച ഒരു കഥ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഗ്രന്ഥകാരൻ ഉപമിക്കുന്നത് ഒരു കാളവണ്ടിയോടാണ്. കാളവണ്ടിയോട് നമ്മൾ കാളവണ്ടികൾ കണ്ടിട്ടുണ്ട്, 2 കാള, അതിൻ്റെ കഴുത്തിലൊരു നുകം ഇങ്ങനെ വെച്ചു കൊടുക്കും. എന്നിട്ട് ഈ ഗ്രന്ഥകാരൻ പറയും, വിവാഹം എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ദിവസമാണ്. പക്ഷേ 2 പേരുടെ കഴുത്തിലേക്ക് ഒരു നുകം സന്തോഷത്തോടുകൂടെ മാതാപിതാക്കന്മാരും ഒപ്പം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അച്ഛനൊക്കെ കൂടി ചേർന്ന് നിങ്ങളുടെ കഴുത്തിലേക്ക് ഒരു നുകം വെച്ച് തരികയാണ്. നുകത്തിന് ഭാരമുണ്ട്, പക്ഷേ നിങ്ങൾ ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടെ നിങ്ങൾ ഒരേ രീതിയിൽ തന്നെ നിൽക്കുകയും നടക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് വലിയ ഭാരം തോന്നില്ല. രണ്ടും ഒരുമിച്ചാണ് ഈ ഭാരം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ സന്തോഷത്തിൻ്റെതായ കുറേ ചിത്രങ്ങളും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും നെൽവിനോടും മരിയോടും പറയാനുള്ള കാര്യം, ഇത് ഒരു ഉത്തരവാദിത്വത്തിൻ്റെയും വലിയ കടമകളുടെയും ഒക്കെ ഒരു വഴി കൂടിയാണ്. അപ്പോൾ ഈ ഒരു നുകം സന്തോഷത്തോടുകൂടെ ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങൾ ചേർത്ത് വെച്ച് ദൈവം നിങ്ങൾക്ക് വെച്ച് തരുമ്പോൾ സന്തോഷത്തോടുകൂടിയാണ് നിങ്ങൾ ഇത് തിരികെ പോകുന്നത്. തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കും, ഇനി മുതൽ നിങ്ങൾ 2 അല്ല, ഒരു ശരീരമാണ്. ശരീരം എന്നതിനേക്കാളും ഉപരി ഒരേ മനസ്സോടുകൂടെ ഒരേ ഹൃദയത്തോടുകൂടെ ഈ നുകം നിങ്ങൾ സന്തോഷത്തോടുകൂടെ വഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടെ മരണം വരെ കുടുംബജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇത് സന്തോഷം മാത്രമല്ല, കുടുംബജീവിതത്തിന് സന്തോഷം മാത്രമല്ല, ദുഃഖങ്ങളും ക്ലേശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഇവിടെ ഇരിക്കുന്ന അപ്പന്മാരോടും അമ്മമാരോടും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ
സന്തോഷം മാത്രമായിട്ട് ആരെങ്കിലും കുടുംബജീവിതം നയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഭാരങ്ങളൊക്കെ നിങ്ങളുടെ തലയിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ്. അപ്പൊ നിങ്ങൾ സന്തോഷത്തോടുകൂടെ വഹിക്കുക. ഇനി നെൽവിൻ ചിന്തിക്കുകയാണ്, ഇനി കുറച്ചും കൂടിയൊക്കെ പോകുമ്പോൾ സന്തോഷം, ഈ ആദ്യത്തെ ഹണിമൂണും ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടിയൊക്കെ നിങ്ങൾ അടുത്തറിയാനായിട്ട് തുടങ്ങും. നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ അടുത്തറിഞ്ഞിട്ടുണ്ട്, പങ്കുവെച്ചിട്ടുണ്ട്. സന്തോഷങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഗുണങ്ങളും പോരായ്മകളും ഒക്കെ നിങ്ങളൊക്കെ പങ്കുവെച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് കുറവുകളും പോരായ്മകളൊക്കെ കുറച്ചും കൂടി അറിയാനായിട്ട് സാധിക്കുക. കുറച്ചും കൂടി അവന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ അവന്റെ ഉള്ളിലത്തെ കുറവുകളെ കുറേയും കൂടി എൽവിന്റെ കുറവുകളെ നമ്മയിലേക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മരിയയുടെ കുറവുകളെ എൽവിനും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോ നിങ്ങൾ ചിന്തിക്കുകയാണ്, അത് അവൾക്ക് ഒരു കുറവുണ്ട്, ആ കുറവ് അവള് തന്നെ നികത്തട്ടെ എന്ന് എൽവിൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സന്തോഷത്തോടു കൂടി ഈ വണ്ടി മുന്നോട്ട് പോകില്ല. ഇനി നെൽവിന്റെ കുറവ് അവന്റെ കുറവാണ്, അതുകൊണ്ട് അവൻ തിരുത്തട്ടെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോകാൻ മരിയയ്ക്ക് സാധിക്കില്ല. ഇപ്പോ പത്രോസ്ലിയുടെ ലേഖനത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരാളുടെ കുറവിനെ മറ്റൊരാളുടെ നന്മകൾ കൊണ്ട് തിരുത്താനായിട്ട് പറ്റണം എന്നാണ് പറയുന്നത്. അത് പത്രോസ്ലിയ വളരെ അറിഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്ന കാര്യമാണ്, നിങ്ങളോട് പറയുന്ന കാര്യമാണ്. ഒരാളുടെ കുറവിനെ നമ്മൾ മറ്റൊരാളുടെ നന്മ നിറഞ്ഞ പെരുമാറ്റം കൊണ്ട്, വിവേകത്തോടു കൂടെയുള്ള നന്മ നിറഞ്ഞ ഹൃദയനൈർമല്യത്തോടു കൂടെയുള്ള നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് അവന്റെ കുറവിനെ നികത്തണം എന്നുള്ളതാണ്. നെൽവിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മരിയ നികത്തണം, മരിയയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നെൽവിനെ നികത്തണം. അത് രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ്. ഈ സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോകാനുള്ള വഴികളാണ് പറയുന്നത്. ഇനി നമ്മൾ ചിന്തിക്കുകയാണ്, ഒരു കാള ചിന്തിക്കുകയാണ്, അവന് കുറവുണ്ടെങ്കിൽ അവൻ മരിച്ചോട്ടെ, അവന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് ഒരു കാള ഇങ്ങനെ ഒരു സൈഡിൽ നിൽക്കണോ, മറ്റേ കാള ഇങ്ങനെ മുന്നോട്ട് നടക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും ഈ ഭാരം മുന്നോട്ട് വഹിക്കാനായിട്ട് ഒരു കാളയ്ക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരേ ഹൃദയത്തോടു കൂടെ ഒരേ മനസ്സോടുകൂടെ നിങ്ങൾ ഈ വാഹനം മുന്നോട്ട് പോകണമെങ്കിൽ, ഈ വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരേ മനസ്സും ഒരേ ഹൃദയം ഉണ്ടാവണം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞു വെക്കുന്നത്, ഇനി മുതൽ രണ്ടല്ല, രണ്ട് ഹൃദയത്തോടു കൂടിയാണ് വന്നത്. ഈ ദൈവം വിവാഹം എന്ന ഉദാശകളിലൂടെ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്നിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് മരിയയുടെ ഇഷ്ടങ്ങളാകണം നെൽവിന്റെ ഇഷ്ടം, നെൽവിന്റെ ഇഷ്ടങ്ങളാവണം മരിയയുടെ ഇഷ്ടം. ആരെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാകുമ്പോൾ, സ്നേഹം സകലതും ക്ഷമിക്കുന്നു, സകലതും പൊറുക്കുന്നു എന്നൊക്കെ ക്രിസ്തുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് വളരെ വ്യക്തമായിട്ടൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ കാണും, ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ണടിക്കണം, ചിലപ്പോൾ ക്ഷമിക്കണം, വിട്ടുകൊടുക്കണം. ആരെങ്കിലുമൊക്കെ വിട്ടുകൊടുക്കുമ്പോഴാണ്, ആരെങ്കിലുമൊക്കെ താഴ്ന്നു കൊടുക്കുമ്പോഴാണ്. ഇത് തോൽവിയൊന്നുമല്ല, കുടുംബജീവിതത്തിൽ നിങ്ങൾ തമ്മിൽ തോൽവിയൊന്നുമില്ല. ഒരാൾ താഴ്ന്നു കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവൻ തോറ്റുപോയി. അല്ല, തോക്കണില്ല, നിങ്ങൾ രണ്ടുപേരും ജയിക്കാണ്. ജയിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ താഴ്ന്നു കൊടുക്കണം, ആരെങ്കിലുമൊക്കെ തോറ്റു കൊടുക്കണം. എന്നാൽ മാത്രമാണ് സ്നേഹം ഉണ്ടാവുള്ളൂ, ഒരേ ഹൃദയത്തോടുകൂടെ മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട മറ്റൊരു ചിന്ത, ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, നിങ്ങളെ ഒന്നിപ്പിക്കുന്നത് ദൈവമാണ്. നിങ്ങളെ ഒന്നിപ്പിക്കുന്നത് ദൈവമാണ്. നമ്മൾ പഴയ നിയമ പുസ്തകത്തിൽ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ് നമ്മൾ കാണുക, അബ്രാഹത്തിന്റെ പുത്രൻ ഇസഹാക്കിന് വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ അന്വേഷിച്ച് ഇങ്ങനെ ഒരു വൃത്തിനെ പറഞ്ഞയക്കുകയാണ് അബ്രാഹം. പറഞ്ഞയക്കുന്ന സമയത്ത് പറഞ്ഞു, എൻ്റെ വംശത്തിലും എനിക്ക് എൻ്റെ കുടുംബത്തിന് ചേരുന്ന ഒരാളെ നീ കണ്ടെത്തണം. വൃത്തിനോട് പറയുന്ന കാര്യം അതാണ്. അങ്ങനെ അവൻ കണ്ടെത്തി, റബേക്കായെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് റബേക്കായുടെ മാതാപിതാക്കള് ഒപ്പം സഹോദരനോട്, ലാബാനോടും 10 പേരിനോടും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? അതായത് ഈ വിവാഹത്തെ കുറിച്ച്, ഇസഹാക്കിനെ റബേക്കായുമായിട്ട് കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? അന്ന് ആ മാതാപിതാക്കന്മാര് പറഞ്ഞ ഉത്തരം ഇതാണ്, ഇതിനെക്കുറിച്ച് നല്ലതും ചീത്തയും പറയാൻ ഞങ്ങൾ ആരാണ്? ഇത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ മരിയയും ഞങ്ങളും ഇങ്ങനെ കണ്ടുമുട്ടാനും ദൈവം ഒന്നിപ്പിക്കാനും ഒരുപാട് സാഹചര്യങ്ങൾ ഇങ്ങനെ അതിനുവേണ്ടി ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ വെച്ച് കണ്ടു എന്നുള്ളത് മാത്രമല്ല, ദൈവം അതിനുവേണ്ടി
കുറേ ക്രമീകരണങ്ങൾ, നെൽവിന് കാനഡയിൽ പോകാനായിട്ടോ അല്ലെങ്കിൽ ഗുരുക്കുമാർ കാനഡയിൽ പോകാൻ, അല്ലെങ്കിൽ അവിടെ വെച്ച് കണ്ടുമുട്ടാൻ, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ദൈവമാണ് ഒരുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ തെരഞ്ഞെടുപ്പാണെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. ദൈവമാണ് നിങ്ങളെ ഒന്നിപ്പിക്കുന്നത്. ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ ചില വിവാഹങ്ങളിലൊക്കെ ഈ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളാണ് ചിലപ്പോഴൊക്കെ ഒന്നിപ്പിക്കുന്നത് സമ്പത്താണ്. ദൈവമല്ല ചിലരുടെ വിവാഹത്തെയൊക്കെ ഒന്നിപ്പിക്കുന്നത്. ഒരുവൻ കണ്ടത് അവന്റെ സമ്പത്തിനെ കുറിച്ചാണ്, അവന്റെ സമ്പത്തിനെ കുറിച്ചാണ് കണ്ടത്. അതുകൊണ്ട് സമ്പത്ത് മാത്രം നോക്കി കല്യാണം കഴിക്കുമ്പോൾ ഈ സമ്പത്ത് എന്നുള്ളതൊക്കെ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. ഈ ചിലരുണ്ട് സൗന്ദര്യം നോക്കി കല്യാണം കഴിക്കും. സൗന്ദര്യം, ഒരുവന്റെ സംസാരം, ഇതൊക്കെ കണ്ടിങ്ങനെ പലരും പല വിവാഹങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതൊക്കെ സൗന്ദര്യം എത്ര കാലം ഉണ്ടാവും? ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് ഈ സൗന്ദര്യം, നമ്മുടെ ആരോഗ്യം, ഇതൊക്കെ നമുക്ക് ക്ഷയിച്ചു പോകാനായിട്ട് സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ ദൈവമാണ് നിങ്ങളെ ഒന്നിപ്പിക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തൊക്കെ കുറവുകള് എൻ്റെ ഭർത്താവിന് എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായാലും ചേർത്ത് നിർത്താൻ നിങ്ങൾക്ക് സാധിക്കും. അത് ദൈവമാണ് ഒന്നിപ്പിച്ചതെന്നുള്ള തിരിച്ചറിവുണ്ടാവുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം, ദൈവമാണ് എനിക്ക് മരിയെ തന്നത്. നെല്ലുവിൻ ചിന്തിക്കണം, നെല്ലുവിനെ തന്നത് ദൈവമാണെന്ന് മരിയെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഈ സന്തോഷത്തോടുകൂടി ഒരു മനസ്സോടെ ഹൃദയം എന്നൊക്കെ പറയുന്ന ഒരു തലത്തിലേക്ക് എത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ദൈവമാണ് എന്നെ ഒന്നിപ്പിക്കുന്നത് തിരിച്ചറിവ്. അപ്പൊ അതുകൊണ്ട് ദൈവമാണ് ഒന്നിപ്പിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ വഴിയിലൂടെ കൂടി നടക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ കരം പിടിക്കണം. കുടുംബ പ്രാർത്ഥന വേണം. പ്രാർത്ഥനകളൊക്കെ നമ്മളൊക്കെ വിചാരിക്കും സമയം പോക്കാണ്, നേരം പോക്കാണ്. ഇതൊക്കെ പലപ്പോഴും പലരും പല രീതിയിൽ നമ്മൾ ചിന്തിക്കും. പക്ഷേ ദൈവം ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഈ ഒരു മുന്നോട്ട് പോകുന്ന ജീവിതത്തിൽ ദൈവം നിങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കില്ല. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ കരം പിടിച്ച് നടക്കുക. ദൈവം എനിക്ക് യാതൊരു കുറവും തരില്ല. ദൈവമാണ് ഞങ്ങളെ ഒന്നിപ്പിച്ചത്. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കുടുംബജീവിതം നയിക്കാൻ നിങ്ങൾക്ക് പറ്റും. ആ ഒരു ദൈവാശ്രയബോധമാണ് നമ്മുടെ മുൻപിലൊക്കെ മാതൃകയായിട്ട് വയ്ക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ തിരുക്കുടുംബത്തെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരു ആശ്രയബോധമാണ്. അവർക്ക് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, വേദനകൾ ഉണ്ടായിരുന്നു, കഷ്ടപ്പാടുകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ മറികടക്കാനായിട്ട് സാധിച്ചത്, സഹായിച്ചത് ദൈവത്തിലുള്ള ആശ്രയബോധമാണ്. ആ ആശ്രയബോധം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാതിരിക്കട്ടെ. എല്ലാവിധ മംഗളങ്ങളും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സന്തോഷത്തോടും ഭക്തിയോടും കൂടി വിവാഹമെന്ന കൂടാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ, ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുന്നിനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായേ, നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കാരാക്കുവാൻ വിവാഹബന്ധത്തിന്റെ അഭ്യത്യതയെപ്പറ്റി പഠിപ്പിച്ച മിശിഹായേ, പരസ്പര വിശ്വസ്തതയോടെ ചാരിത്രശുദ്ധിയോടുകൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവന്മാരെ അനുഗ്രഹിച്ച മിശിഹായേ, നിന്റെ സഹായത്തെ ആശ്രയിച്ചും ദൈവസന്നിധിയിൽ അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മയും അമൂല്യത്തെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസത്വ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും
സർവേശ്വരായിരിക്കും. പ്രിയ സഹോദരനെ, ഈ വധുവന്മാർ വിവാഹമെന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്കു വേണ്ടതിനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖി നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടുകൂടി പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ പ്രതാപനം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പ്രവേശിക്കുക. നൽകി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി മരിയ ശരീരനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? മരിയ ശരീരൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി നെല്ലിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം ബന്ധനം ചേർത്ത് പിടിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോമിശിഹാ നിങ്ങളെ വിവാഹത്താൽ ബന്ധിപ്പിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരുടെ ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മോതിരം വെച്ചെടുപ്പ് കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനുസര വസ്ത്രത്താൽ മനുഷ്യാത്മാവെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ തിരുസഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലമുടിച്ച് ആശീർവാദം
സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ ഇപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം, ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മാർ യോസേഫ് പിതാവിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധത്തെയും പ്രാർത്ഥന വഴി സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായിരിക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ സമർപ്പണത്തിലും അവിടെ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യനേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ദൈവസ്നേഹത്തിന് ദൈവകരുണയ്ക്ക് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് സ്തോത്രഗീതത്തിൽ നമുക്ക് പങ്കുചേരാം.
ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. പരിദിനദീനാഥനായ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുവങ്ങായി ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധി. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും അനുഗ്രഹദായകരമായ ദൈവമേ, അങ്ങേ തിരുസുരൻ സ്ഥാപിച്ച പിതാമഹ ഉദാശ വഴി വിശുദ്ധമായ കുടുംബജീവിതം ആരംഭിച്ചിരിക്കുന്ന നെൽവിനെയും മരിയെയും ആശീർവദിക്കണമേ. ഇവരുടെ അനുദിന ജീവിതത്തിൽ അങ്ങവരുടെ മാതൃകയും വഴികാട്ടിയുമായിരിക്കണമേ. ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹദാനങ്ങൾ സമൃദ്ധമായി ഇവർക്ക് നൽകണമേ. തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ ജീവിക്കുവാനും വിശ്വാസം, ശരണം, സ്നേഹം എന്നീ പുണ്യങ്ങളിലും മറ്റ് ക്രിസ്തീയ സുഹൃതങ്ങളിലും അനുദിനം വളർന്നു വരുവാനും ഇവരെ അങ്ങ് സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വലിയ മാധ്യസ്ഥവും സഹായവും നിങ്ങളോട്, നിങ്ങൾ ആരംഭിക്കുന്ന കുടുംബജീവിതത്തോടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Home, where my heart is full. Oh, where I don't feel away or cold. I see the color through their eyes. The joy of little things in
fly, fly, fly over the sky. The joy of little, little, little things in life. Wondering why it all feels right. Waking up to tea in my bed. Wondering why no troubles inside. Everything's at ease instead. Wondering why time can fly, no matter how long it be. Wondering why we're in paradise, no other place so happy. I need another paradise. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവിടെ ഒന്നിച്ചിട്ടുള്ളത് നമ്മുടെ ഇവരെയും പ്രിയപ്പെട്ട നൽവിൻ്റെയും മരിയുടെയും ലൈഫിലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ, അതായത് വിവാഹം എന്ന് പറയുന്നത് തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൈഫിൽ, അല്ലെ? ഒരു ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ അവരുടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒന്നിച്ചിട്ടുള്ളത്. ആദ്യമായി തന്നെ ഇവിടുത്തെ ചേർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഒരുപാട് ഹാപ്പിയാണെന്നറിയാം. നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് നമ്മുടെ ബ്രൈഡും ഗ്രൂവും ദാ അവിടെ പുറത്തെത്തി ചേർന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, ഞാൻ പറയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റുണ്ട് നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് അവരെ സ്വാഗതം ചെയ്യേണ്ടതാണ്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ഞാൻ ഈ ഒരു ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. बहुत स्वीट है मुंडा थोड़ा ऑफ बीट है पर कुड़ियां देना बहुत स्वीट है ढोंगी सा ये बड़ा ढीठ है वायरल हो गया ये ट्वीट पर फूल वूल करने में कूल तू बड़ी तेज कटारी है शगन तेरी की लगन तेरी की हमने कर दी तैयारी है नच देने सारे रंग मिल के आज हिले डुल के ले सारे क्या सारे नजारे नच देने सारे रंग मिल के आज हिले डुल के ले सारे क्या सारे नजारे खसमानों का ने കണ്ടാലോ പ്രിയങ്കരിയ പെണ്ണ് പ്രിയങ്കരിയ അയ്യോ അടുത്തു വന്നാൽ മുട്ടനിടിയിടിയ ഓ നെഞ്ചിൽ പെടയാണേ തിമിലത്ത ഭയങ്കരിയ പെണ്ണ് ഭയങ്കരിയ കണ്ടാലോ പ്രിയങ്കരിയ പെണ്ണ് പ്രിയങ്കരിയ അയ്യോ അടുത്തു വന്നാൽ മുട്ടനിടിയിടിയ ഓ നെഞ്ചിൽ പെടയാണേ തിമിലത്ത കട്ടോ കണ്ടാലൊരു റാണി കലമാനോടിഷ്ടം കൂടാനൊരു ശൃംഗം വന്നാലോ കല ചൊല്ലാനുണ്ടോ പിന്നീട് നെഞ്ചിൽ തീയല്ലേ
കലമാനോടിഷ്ടം കൂടാനൊരു ശൃംഗം വന്നാലോ കഥ ചൊല്ലാനുണ്ടോ പിന്നെ നെഞ്ചിൽ തീയല്ലേ പണ്ടേ പറഞ്ഞിട്ടില്ലേ നീ കണ്ടറിഞ്ഞിട്ടില്ലേ ഒരു പെണ്ണോടിഷ്ടം വന്നാൽ ആരും മാനായി തീരൂലേ ചൊല്ലും കാണാതെ നിൽക്കാനും വയ്യാതായിരുന്നോ ഇന്നും മിണ്ടിയിട്ടും മിണ്ടിയിട്ടും തീരാതായിരുന്നോ തൊട്ടിട്ടും തൊട്ടിട്ടും പോരാതായിരുന്നോ ഇപ്പം നെഞ്ചോരം കൽക്കണ്ട കൂടുന്നുണ്ടെന്നോ കലമാനോടിഷ്ടം കൂടാനൊരു രംഗം വന്നാലോ കഥ ചൊല്ലാനുണ്ടോ പിന്നെ നെഞ്ചിൽ തീയല്ലേ ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. താങ്ക് യു താങ്ക് യു. കരളിന്റെ കരളേ എന്നോടൊന്ന് ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിളുങ്ങാതെ ഓ കരളേ കരളിന്റെ കരളേ എന്നോടൊന്ന് ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിളുങ്ങാതെ നിന്നോട് കൂടാ ഞാനുണ്ട് നിന്നിലേക്കെത്താൻ അങ്ങനെ എൻ വൈവാ എന്റെ കുറുമ്പി എന്റെ സ്നേഹിതാണു നീ. Baby, come on and tell me that you feel it too. I wanna live my life for you, baby. You gotta tell me that you feel it too. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊൻമരമേ തേൻവണ്ടുന മലരേ തേൻവണ്ടുന. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊൻമലമേ തേൻവണ്ടുന മലരേ തേൻവണ്ടുന. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രൈഡിനും ഗ്രൂമിനും സ്റ്റേജിലേക്ക് വരാവുന്നതാണ്. ഓണക്കമ്മന്തിരി പറക്ക പറക്ക മടുക്കുവോളം തിന്നുക തിന്നുക തേങ്ങ കൊത്തൊന്ന് കൊറിക്ക കൊറിക്ക വെത്തലും പാക്കും ചവയ്ക്ക ചവയ്ക്ക പന്തലും മുഴുവൻ തിരക്ക തിരക്ക പെണ്ണ് ചക്കരം വേർക്ക വേർക്ക പെണ്ണിന്റെ മൊഞ്ച് കണ്ണുക്കിയ കണ്ണുക്കിയ ചെക്കന്റെ പത്രാസ് കണ്ണുക്കിയ കണ്ണുക്കിയ പെണ്ണും ചക്കനും കെട്ടും കഴിഞ്ഞ് നടന്നു വരുമ്പോ ചിരിക്ക ചിരിക്ക പെണ്ണും ചക്കനും കെട്ടും കഴിഞ്ഞ് നടന്നു വരുമ്പോ ചിരിക്ക ചിരിക്ക ഓണക്കമുന്തിരി പറക്ക പറേ മടുക്കുവോളം തിന്നുക തിന്നുക തേങ്ങ കൊത്തൊന്ന് കൊറിക്ക കൊറിക്ക വെത്തലും പാക്കും ചവയ്ക്ക ചവയ്ക്ക. സാസദ പമ പരക പരക ദിഗ മരി നിരി തുന്നൊക്കെ തുന്നൊക്കെ ദരി സനി ദപ കുറിക്ക കുറിക്ക വിഗ പരി നിരി സവയ്ക്ക സവയ്ക്ക പന്തലും മുഴുവൻ തിരക്ക തിരക്ക
താങ്ക് യു സോ മച്ച്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു എൻട്രി ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ രണ്ടുപേരും എല്ലാവർക്കും പേഴ്സണലി അറിയാമെങ്കിൽ അവരുടെ ഒരു സ്പെഷ്യൽ ഡേയിൽ ആസ് എ ഫോർമാലിറ്റി ഒരു ചെറിയ രീതിയിലെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും ചെറിയ രീതിയിൽ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അവർ ഹാൻസം ഗ്രൂം നെൽവിൻ ജോസ്, സൺ ഓഫ് മിസ്റ്റർ ജോസ് KP ആൻഡ് മിസസ് മിനി ജോസ്, ബിലോങ്സ് ടു കിഴക്കുടൻ ഫാമിലി, എലിഞ്ഞിപ്ര. Nelvin completed his master's in civil and works as a project coordinator at Man Steel Company. And our beautiful bride Maria Celine, daughter of Mr. Jason MA and Mrs. Omana Jason, belongs to Mailadth family, Ullur. Maria completed her post-graduation in cyber security and works currently in gold mining company. അപ്പോൾ രണ്ടുപേരും പ്രൊഫഷൻ അല്ലെങ്കിൽ ഫാമിലി നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ പൊതുവെ ഏത് മാരേജ് ആണെങ്കിലും എൻ്റെ കപ്പിളിൻ്റെ അടുത്ത് അവരിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. കാരണം രണ്ടുപേരും ഒന്നിച്ചൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ട് നമുക്കൊന്നും അറിയണ്ടേ? വേണ്ടേ? അവരിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാലോ? റെഡിയല്ലേ? യെസ്, റെഡിയാണ്, ഒരു ടെൻഷനും ഇല്ല. ഓക്കെ, അപ്പോൾ രണ്ടുപേരും പരിചയപ്പെട്ടിട്ട് എത്ര നാളായി? 3 years ആയി. 3 years എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സമയമുണ്ട് അല്ലേ? രണ്ടുപേരും ഇഷ്ടങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്കറിയേണ്ടത് നിങ്ങളുടെ ഹോബീസും കാര്യങ്ങളൊക്കെയാണ്. അതായത് നെൽവിൻ്റെ ഹോബീസ് എന്താണെന്ന് മരിയയും, മരിയയുടെ ഹോബീസ് എന്താണെന്ന് നെൽവിനും പറയണം. വൈഫിന് ആർട്ട്, ക്രാഫ്റ്റ്സ് അങ്ങനത്തെ ഇതുകളെല്ലാം നല്ല ഇഷ്ടമാണ്. പിന്നെ ട്രാവലിംഗ് ഇഷ്ടമാണ്, ഹൈക്സ്, ട്രെയിൽസ് അതൊക്കെ പോകുന്നത് ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ല ക്ലോസ് ആയിട്ട് ഇത് ചെയ്യും. എല്ലാ ഫ്രണ്ട്സും ഫാമിലിനെയും നല്ല രീതിയിൽ എപ്പോഴും ആ കോണ്ടാക്റ്റും ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യും. ഭയങ്കര പ്ലസ് ആയിട്ട് കാണുന്നു. യെസ്, എനിക്ക് ആക്ച്വലി ഇവരുടെ ഹോബീസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പറയുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ആർട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഹൈക്ക് ചെയ്യാനും ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാ റിലേഷൻഷിപ്പും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. തിരിച്ചെന്താണ് ഹസ്ബൻഡിൻ്റെ, യെസ്, മാരേജ് കഴിഞ്ഞെങ്കിൽ വൈഫ് ആൻഡ് ഹസ്ബൻഡാണ്. ഓക്കെ, ഹസ്ബൻഡിൻ്റെ ഹോബീസ് എന്താണ്? അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു പ്ലസ് പോയിന്റ് എന്താണ്? ട്രാവലിംഗ്, ഹൈക്കിംഗ്, പിന്നെ വണ്ടി എടുത്ത് പുറത്ത് അൺപ്ലാൻഡ് ട്രിപ്സ് ആണ്. പ്ലസ് പോയിന്റ് പുള്ളിക്കാരൻ വളരെ പേഷ്യൻ്റ് ആണ്, പീസ്ഫുൾ ലിസണറാണ്. ദാറ്റ്സ് വൺ ട്രീറ്റ്. രണ്ടുപേരും ട്രാവലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഓക്കെ, ഹോബീസും കാര്യങ്ങളൊക്കെ കിട്ടി. നമുക്കിനി ഡാൻസ്, പാട്ട് അങ്ങനത്തെ ഹോബീസ് ഒന്നുമില്ല? ഇല്ല. എങ്കിലും അവരുടെ ഒരു സ്പെഷ്യൽ ഡേയിൽ ഒരു 2 സ്റ്റെപ്പെങ്കിലും അവരെ കൊണ്ടൊന്ന് ട്രൈ ചെയ്യിക്കണ്ടേ? വേണ്ടേ? ഓക്കെ, എങ്കിലും അവരുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് നാളെ ഫോട്ടോസും വീഡിയോസൊക്കെ ആണ്. ഒരു ഭംഗി വേണ്ട അവരുടെ ഈ ഒരു കോസ്റ്റ്യൂമിലൊക്കെ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ എല്ലാവരും പ്രസൻസിൽ നെൽവിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് മരിയയ്ക്ക് ആ ഫ്ലവർ കൊടുക്കാനായിട്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? ഡയലോഗ് എന്തെങ്കിലും? ഇല്ല. ഓക്കെ, അപ്പോൾ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, മുട്ട് കുത്തിക്കൊണ്ട് കൊടുത്താൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഓക്കെ, ദാ I found a girl, beautiful and sweet. Well, I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love, not knowing what it was. I will not give you up this time. Your heart is all I own, and in your eyes you're holding mine. Baby, I'm dancing in the dark, you between my arms, barefoot on the grass, listening to our favorite song. When you said you looked a mess, I whispered underneath my breath, but you heard it, darling, you look perfect tonight. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ലവിങ് ആയിട്ടുള്ള കപ്പിളാണല്ലേ? അപ്പോൾ ഒരിക്കൽ കൂടി നല്ലൊരു കൈഡി കൊടുക്കാം. നെൽവിൻ്റെ ഫാമിലീനെ ഇൻവൈറ്റ് ചെയ്യാണ്. നെൽവിൻ്റെ ഫാദർ മിസ്റ്റർ ജോസ് KP, belongs to Kirkudan family.
He is a retired bank officer from South Indian Bank, and mother, Mrs. Minnie Jose, the retired bank employee from Catholic Syrian Bank. അവർ രണ്ടുപേരെയും ഏറ്റവും സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. യെസ്, നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ഓക്കെ, അടുത്തതായി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു നെൽവിൻ്റെ ബ്രദർ നവീൻ ജോസ്. ഹി ഈസ് വർക്കിംഗ് ആസ് എ ബാങ്ക് ഓഫീസർ ഇൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ആൻഡ് ഹിസ് വൈഫ് കവിത നവീൻ, അസിസ്റ്റന്റ് പ്രൊഫസർ അറ്റ് നൈപുണ്യ കോളേജ് പൊങ്ങം. 3 മക്കളാണുള്ളത്, ഹന്ന, ജോസഫ് ആൻഡ് ഹെയ്സൽ. നല്ലൊരു കൈയടി കൊടുത്തോടെ തന്നെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. മരിയയുടെ ഫാദർ മിസ്റ്റർ ജെയ്സൺ belongs to മേലെടുത്ത് family. He is in Bangalore. He currently works at KMS Coach Builders and post retirement at his time. Okay, ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാണ്. ആൻഡ് മദർ മിസ്സിസ് ഓമന, ഷീ ഈസ് എ ഹൗസ് വൈഫ്. അതുപോലെ തന്നെ കുക്കിംഗ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അവർ രണ്ടുപേരെയും ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് കൈയടി കൊടുത്തോണ്ട് തന്നെ സ്വാഗതം ചെയ്യാൻ രണ്ടുപേരും. യെസ്, ഞാൻ പറയാതെ തന്നെ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. യെസ്, അടുത്തായി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു മരിയയുടെ ബ്രദർ ആൽബി. ആൽബിക്കും നല്ലൊരു കൈയടി കൊടുത്തോണ്ട് തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആൽബി സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ബാഡ്മിൻ്റൺ കോച്ചായിട്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. അപ്പോൾ 2 ഫാമിലിക്കിടയിലും എന്നും ആ ഒരു സ്നേഹവും ഐക്യം ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യമായി തന്നെ 2 പേരും ഒന്നിച്ച് ആ സെൻറ്ററിലെല്ലാം മെഴുകുതിരി കത്തിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫാമിലി മെമ്പേഴ്സും അവരോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കാം. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും അവരോടൊപ്പം ഉണ്ടായിരിക്കേണ്ടതാണ്.
closer to midnight, that brings me closer to home. There's something dark in the moonlight that makes me feel less alone. There's everything left to say, love. There's anything left to know. There's nothing here left to break, but the feeling this life could go. Oh, anywhere if you hold on tight. Don't be scared, just let me die in those eyes. I know this could be love. You're the fight of my life. This time, this could be love. I know this could be love. So come on, tell me your story. Yeah, come on, read me the lines. I turn the page just to see, but there's still this heart left to write. I'm thinking let's keep it simple. I'm thinking let's keep it light. An ocean view through your window, the way the sun sets the sky in red. Celebrating the day we had. Don't be scared, just let me die in those eyes. I know this could be love. You're the fight of my life. This time, this could be love. I know this could be love. നിങ്ങളുടെ കസിൻസ് എല്ലാവരും ചേട്ടന്മാരും ചേച്ചിമാരും ചേർന്ന് നിങ്ങളോട് കുറിച്ചിരിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളൊരു വോയിസ് പ്ലേ ചെയ്യും, അത് കേട്ടിട്ട് നിങ്ങൾ അതുപോലെ ആക്ട് ചെയ്യണം. Was born to fly and spread these wings and find my own. I am coming home. Today will be the day it all will change. No one's in my way. Today will be the day. Today
day. Today will be the day. Today will be the day. This is the day for what I was made. This is the day. This is the day. Today will be the day, the day it all will change. Nothing, no one is in my way. Today will be the day. 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 This horizon, it's shining. Seems the daylight knows this is our time now. Where we're going, these dreams we're holding. Oh, and now we know it. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts today. This adventure we were meant for. Every day is a chance to discover. You give me reason through every season. Together we can do anything we believe in. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്തൃശംശയുടെ സുവിശേഷം. മണവാളിനെ എതിരേൽക്കാൻ വെളുക്കുമായി പുറപ്പെട്ട 10 കന്യകൾക്ക് സദൃശ്യമാകുന്ന സ്വർഗരാജ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യർ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണ എടുത്തിരുന്നില്ല. വിവേകവതികൾ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പാതിരാവിൽ ഒരു ആർപ്പുളി കേട്ടു, ഇതാ മണവാളൻ വരുന്നു, പുറത്തു വന്ന് അദ്ദേഹത്തെ എതിരേൽക്കുവിൻ. കന്യകമാരെല്ലാവരും ഉണർന്നെഴുന്നേറ്റ് വിളക്കുകൾ ഒരുക്കി. എണ്ണ ഇരുത്തി ഒരുങ്ങി നിന്നിരുന്നവർ അദ്ദേഹത്തോടൊപ്പം വിളക്ക് തെളിച്ച് മംഗല്യാഘോഷങ്ങൾക്കായി അകത്ത് പ്രവേശിച്ചു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവെ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കുടുംബജീവിതം ആരംഭിക്കുന്ന ഈ നവദമ്പതികളെ സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നല്ല ആഗ്രഹങ്ങൾ സഫലമാക്കണമെന്നും ഉത്തമ സന്താനങ്ങൾ നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായ ധാരാളം മിത്രങ്ങളെ നൽകണമെന്നും സൗഭാഗ്യത്തിൽ ഇവരെ പുലർത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, വിവാഹം എന്ന കുദേശയിൽ ഞങ്ങളെ ഒന്നാക്കിയതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഞങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന അവബോധം ഞങ്ങളിൽ സദാ വളർത്തണമേ. ഞങ്ങൾ അന്യോന്യം സമർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പോരായ്മകൾ ക്ഷമിച്ചും സഹിച്ചും വളരുവാനും പരസ്പര ധാരണയിലും ഐക്യത്തിലും ജീവിക്കുവാനും അന്ത്യം വരെ വിശ്വസ്തരായി വ്യാപരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹത്തെ സഫലമാക്കണമേ. ഞങ്ങളുടെ ജീവിതാന്ത്യത്തിൽ അങ്ങയെ നേരിൽ കണ്ടാനന്ദിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിനെ നാഥ എന്നേക്കും ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ വിളിക്കടയായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെയും ഇവിടെ നിന്നിരിക്കുന്നവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ.
ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യവായുക്കളിലേക്ക് പ്രവേശിപ്പിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ. സ്വർഗത്തെ കണ്ടാനിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം ചെയ്യണമേ. മറിയത്തെങ്കിലും പുലർത്തുകയും ആരോഗ്യവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സാധന ഞങ്ങൾ ചെയ്യണമേ. ഈശോയുടെ പിറരുടെയമേ മറിയത്തിന്റെ പിളർടെയമേ ഭാഗ്യപ്പെട്ട മാർഗിത്ത മറിയമേ ഇപ്പോഴും